ഹായ് വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 3 സിനിമകളുടെ ഒപ്പീനിയൻ വീഡിയോ ആയിരിക്കും. സിനിമ കണ്ടു കഴിഞ്ഞു, പക്ഷേ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റായി. ആദ്യം പറയാൻ പോകുന്നത് എമ്പുരാൻ. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, സായ് കുമാർ, നന്ദു എന്ന ഒരു വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതി ആൻ്റണി പെരുമ്പാവൂർ, ആശീർവാദ് ഫിലിംസ്, ഗോകുലം ഗോപാൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ച സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് പ്ലസ് ഒരു നല്ലൊരു എന്താ പറയുന്നത്, അടിപൊളി സെക്കൻഡ് ഹാഫ്. എനിക്കങ്ങനെയാണ്. ഇത് സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതൊരിക്കലും എന്താ പറയുന്നത്, നിങ്ങൾക്കും ഇങ്ങനെ ആയിരിക്കുമെന്നല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. സോ അത് തികച്ചും നിങ്ങളുടെ കയ്യിൽ ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് വൈസ് ആണെങ്കിലും അതേപോലെ അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഫൈറ്റ് കൊറിയോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാത്ത ഒരാളാണെങ്കിൽ കാണാൻ ശ്രമിക്കുക. അവരിതെല്ലാവരും കാണും എന്നെനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ചെറിയൊരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എംബ്രാൻഡ്. കാരണം ബുക്ക് മൈ ഷോയിലൊക്കെ എനിക്ക് തോന്നുന്നു, പിന്നെ കുറച്ച് മുമ്പേ നോക്കിയപ്പം ഒരു 20,000 പെർ അവറിൽ ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം തിയേറ്ററിൽ കണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് തിയേറ്ററിലും കൂടി കാണേണ്ട ഒരു പടമാണ്. കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ മേക്കിംഗ് വിഷ്വൽസ് എല്ലാം. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സിനിമ വീരധീരസൂര്. SU അരുൺകുമാർ ഡയറക്റ്റ് ചെയ്ത് വിക്രം, SJ സൂര്യ, സ്വരാജ് വെഞ്ഞാറമ്മൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു തമിഴ് സിനിമയാണ്. എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു പടം തന്നെയാണ്. കാരണം ഒരു റോ ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും പേസിങ്ങിൽ എനിക്ക് വലിയൊരു ഇഷ്യൂ തോന്നിയില്ല. കാരണം കുഴപ്പമില്ലാത്തൊരു പേസിങ്ങിലാണ് വേണ്ടത്. ത്രില്ലർ ജോണർ അല്ലെങ്കിൽ ഒരു റോ ആക്ഷൻ ത്രില്ലറിൻ്റെ കറക്റ്റ് ഒരു ജോണറിൻ്റെ പേസിങ് പിടിച്ച് തന്നെയാണ് പുള്ളി പോയിരിക്കുന്നത്. ഇനി മേക്കിംഗ് ആണെങ്കിലും അതേപോലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴാണ് ആക്ച്വലി എനിക്കൊന്ന് ഫൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലത്തെ ഒരു റോ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ക്ലൈമാക്സിനോട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതും ഭയങ്കര എന്താ പറയുന്ന ഒരു കറക്റ്റ് ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിക്രം സാർ. എൻ്റെ അമ്മേ, പുള്ളി കിഡിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ പുള്ളി കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പടത്തിന് നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം പല ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചില ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇന്ന സാധനം അല്ലെങ്കിൽ ഈ പുള്ളി ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാർട്ട് 1 ഇതുവരെ ഇറങ്ങാത്തതുകൊണ്ട് നമുക്കും ആ ഒരു സസ്പെൻസ് ഉണ്ട്. കാരണം എന്താണ് സംഭവം അല്ലെങ്കിൽ എന്തായിരിക്കും. അപ്പം അതിൽ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അവർ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു തുടങ്ങി സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റ് പുള്ളി ഉൾപ്പെട്ട ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്. സോ അതൊക്കെ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല GV പ്രകാശ് കുമാർ ആണെന്ന് തോന്നുന്നു എനിക്ക് മ്യൂസിക്. നല്ല പൊളിയായിട്ട് ജിം എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടം തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. മൂന്നാമത്തെ സിനിമ AR മുരുകദാസ് സംവിധാനം ചെയ്ത് സൽമാൻ ഖാൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച, സൽമാൻ ഖാനെ കൂടാതെ രശ്മിക, കാജൽ അഗർവാൾ, ഷർമാൻ ജോഷി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് സിക്കന്ദർ. ഞാൻ ഇന്നലെയാണ് സിനിമ കണ്ടത്. ഫസ്റ്റ് ഇറങ്ങിയ ദിവസം ഞാൻ പോയി കണ്ടു. സിനിമ ഇൻട്രോ വാസ് അടിപൊളി ഇൻട്രോ ആണ്. പക്ഷേ
പിന്നെ അങ്ങോട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പടം വർക്കായില്ല സിക്കന്ദർ. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഷോർട്സ് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് സ്റ്റോറി ലൈൻ ആണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും ഒരു എ ആർ മുരുകദാസ് പടം എന്ന് പറയുമ്പോൾ നമുക്ക് ഗജനിയാണ് ഓർമ്മ വരുന്നെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് പുള്ളി ചെയ്ത. ഇപ്പോൾ ഗജനി ആണെങ്കിലും കത്തി, തുപ്പാക്കി, ഈവൻ ദർബാർ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മേ ബി ഇറ്റ് വാസ് നോട്ട് ദാറ്റ് അപ് ടു ദ എക്സ്പെക്റ്റഡ്, ബട്ട് ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ് ആയിരുന്നു തിയേറ്ററിൽ. ലൈക്ക് രജനീകാന്തിനെ എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ പോയി സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് ദർബാർ. ഇപ്പം ആ പുള്ളിക്കാരൻ്റെ ഇൻട്രോ ആണെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ സംഭവമാണെങ്കിലും എല്ലാം നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ ഇവിടെ സൽമാൻ ഖാനെ പോലെ ഒരു വലിയൊരു സ്റ്റാർ കിട്ടിയിട്ട് എ ആർ മുരുകദാസിൻ്റെ പടം ആണോ എന്ന് പോലും ചില സമയത്ത് നമുക്ക് തോന്നുന്ന പോലെ ഈ സിനിമയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ് ടു സേ, ബട്ട് എനിക്ക് പടം അങ്ങോട്ട് വർക്കായില്ല. സോ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഒരു വട്ടം കണ്ടിരിക്കുക. സോ ഇതാണ് 3 സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. ഇതിൽ എമ്പുരാൻ, വീരധീരസൂരൻ രണ്ടും ഒരു തിയേറ്റർ വാച്ച് വർത്ത് ചെയ്യുന്ന സിനിമകളാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. സിക്കന്ദർ എന്ന് പറയുന്ന സിനിമയും അത്യാവശ്യം ഓക്കെ, എനിക്ക് വർക്കായില്ല, ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു വാച്ച്, ഹാവ് എ വാച്ച് ഇൻ ദ തിയേറ്റേഴ്സ്. എത്ര എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണെങ്കിലും അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണെങ്കിലും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ ഒരു OTTയിൽ വരുന്നവരെ കാത്തിരിക്കുക. ഒരിക്കലും പൈറേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രിൻസ് കാണാതിരിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ സിനിമയ്ക്ക് നമ്മളോടുള്ള ഉത്തരവാദിത്തമല്ല, നമുക്കും സിനിമയുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അടുത്ത ആഴ്ച ഒരു ലവ്ലി എന്ന് പറയുന്നൊരു സിനിമയുടെ റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു, മാത്യു തോമസ് അതിനെ അഭിനയിക്കുന്ന. സോ പറ്റിയ അത് കണ്ടിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം കാണും. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈദ് മുബാറക്. സോ അടുത്ത വീഡിയോയുടെ കാണുന്നവരെ